മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മീൻ പീരയാണ് ഇന്നത്തെ റെസിപ്പി. നെത്തോലി മീൻ പീര പറ്റിച്ചത്. ഇത് നല്ല കുടംപുളിയും തേങ്ങാപ്പീര അതുപോലെ കാന്താരി ചുവന്നുള്ളി ഒക്കെ ചേർത്താണ് ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അരക്കിയൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഈസി മെത്തേഡിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. നല്ല വലിപ്പമുള്ള നത്തോലിയാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെയും നമുക്കതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അപ്പോൾ അത് ഏത് ചട്ടിയിലാണോ വയ്ക്കുന്നത് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ആദ്യമായിട്ട് തേങ്ങ തിരുമിയത്. ഇത് അരയ്ക്കാനൊന്നും പോകണ്ട, നമുക്ക് എളുപ്പത്തിൽ ഞെരടി ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, കൊച്ചുള്ളിയാണ് നല്ലത്. അതുപോലെ തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത കാന്താരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇത്. പിന്നീട് കറിവേപ്പിലയാണ്. അത് ഇങ്ങനെ ഒന്ന് മുറിച്ചിടണം, കാര്യം അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ വരാനായിട്ട്. അതിലേക്ക് ഉലുവാപ്പൊടി, കായപ്പൊടി, കായം ചിലർ ചേർക്കത്തില്ലെന്നൊക്കെ പറയും, എനിക്കറിയാം. മീനകത്ത് കായം ചേർക്കുമെന്നൊക്കെ ചോദിക്കും, ചേർത്ത് നോക്കണം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് നമ്മൾ മീൻ പീരയുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. ഓറഞ്ച് കളർന്ന് മഞ്ഞ കളറിലാണ് ചെയ്യുന്നത് കോട്ടയത്തോട്ടൊക്കെ, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മഞ്ഞ കളറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടണ്ട. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ, കട്ട പിടിച്ചിരിക്കുന്നത് തണുപ്പായതുകൊണ്ടാണ്. കുടംപുളി ഒരല്പം ഉപ്പിലും വെള്ളത്തിലും ഇട്ട് വെച്ചിരുന്നതാണ്. ഉപ്പിനിയും ചേർക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇതിലേക്ക് ഉപ്പും കൂടി ഇടാം, ഒരുപാട് ആദ്യമേ ഇടരുത്. അപ്പം ഈ മസാലയ്ക്കുള്ളതെല്ലാം ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രം പോരാ, അന്നേരം വരുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കണം. ഇപ്പോഴേ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ ഒക്കെ ചേർക്കണം. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ നെത്തോലി മീനിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചേർക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് പ്രത്യേക അളവൊന്നും ഇല്ല, ചിലർക്കത് പറ്റിയിരിക്കുന്നതാണ് ഇഷ്ടം, ഒരുപാട് വെള്ളം ഇഷ്ടമില്ല. അങ്ങനെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ശരിക്കൊന്ന് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ട് ഒഴിക്കാം. ഏകദേശം ഒരു നഗക്ക വെള്ളം മതിയാവും. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിതങ്ങ് അടുപ്പിലോട്ട് വെച്ചാൽ മതി. പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്തുള്ള ഒരു ടിപ്പിക്കൽ കോട്ടയം സ്റ്റൈൽ മീൻ പീരയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് തവിയിട്ടൊക്കെ ഇളക്കാം. അത് പകുതി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ തവിയിട്ടൊന്നും ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്ത് തന്നെ ഒന്ന് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചാൽ മതി. മീനകത്തു നിന്നും കുറച്ച് വെള്ളം പുറത്തേക്ക് ഇറങ്ങും, അപ്പോൾ അത് മതിയാവും. ഞാൻ അടച്ചിത് വെക്കാം. നന്നായിട്ട് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാവും. ഇങ്ങനെ ഒന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടത് മിക്സ് ചെയ്യരുത്, പൊടിഞ്ഞു പോകും. ഇതിപ്പം വെള്ളം പറ്റി വരുന്നുണ്ട്. കണ്ടേ, നെത്തോലിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ തിളച്ച് വെന്ത് കിടപ്പുണ്ട്. ഇങ്ങനെ വെള്ളം നികക്കെ പറ്റുന്നുണ്ട് തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തേങ്ങയിലെല്ലാം ഈ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണത്. ഇനി നമുക്കിതിന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ വെള്ളമെല്ലാം നല്ലപോലെ പറ്റുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര റെഡിയാവും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കമൻസ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. കോട്ടയത്തോട്ടൊക്കെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഒരു കിടിലൻ കോമ്പിനേഷനാണ് മീൻ പറ്റിച്ചത്. ഇപ്പോൾ അത് വെള്ളം നല്ലപോലെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ, ഓരോ പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുമ്പം കുറച്ച് കുറച്ചേ ഒഴിക്കാവൂ, ഒരുപാട് ഒഴിക്കണ്ട. 2-3 കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടേക്കാം. ഇത് അടച്ചു വയ്ക്കാം. പിന്നെ നമ്മുടെ തീം അങ്ങ് ഓഫ് ചെയ്യാം. ഈ പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അതും കൂടെ ആ മീൻ പീരയ്ക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കും. നിങ്ങളിങ്ങനെയൊക്കെയാണോ മീൻ പീര വെക്കുന്നത്? വ്യത്യാസമുണ്ടെങ്കിൽ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻസിൽ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.